ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോ ആണ്. അമ്മ എന്നോട് കളിയാക്കി ചോദിക്കാറുണ്ട്, ഈ ന്യൂ ഇയർ കഴിഞ്ഞ അടുത്ത ന്യൂ ഇയർ വരാനേ ഇനിയെങ്കിലും നീ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന്. എന്താ പറയാ ഗൈസ്, ടൈം കിട്ടണ്ടേ? പാപ്പു എന്നോട് പറഞ്ഞു, നീ ഒരുപാട് വാചാല പുളകിത ആവണ്ട കേക്കിനെ കുറിച്ച്, കാരണം ഇത് മൊത്തം എൻ്റെ വായിക്ക് പോവുമെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾ ഈ വീഡിയോക്ക് കയറി വന്ന ഉടനെ തന്നെ ഞാൻ ഒരു വെൽക്കം പറഞ്ഞു. എന്നിരുന്നാൽ കൂടെ ഒരു വെൽക്കം കൂടി ഇരുന്നോട്ടെ. ഹലോ ഗൈസ്, വെൽക്കം വൺസ് അഗെയിൻ ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തേത് നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ന്യൂ ഇയറിന് എന്തൊക്കെ വെട്ടിക്കയറ്റിയെന്ന് കാണണ്ടേ ഗൈസ്? നിങ്ങൾ ഇപ്പം കണ്ട ഈ വിഭവസമൃദ്ധമായ ഐറ്റംസ് ആയിരുന്നു ഞങ്ങൾക്ക് ന്യൂ ഇയറിന് ഉണ്ടായിരുന്നത്. ഞങ്ങൾ നോൺ വെജ് ടീംസിന് കിഴി പൊറോട്ട, പെപ്പർ ചിക്കൻ, ചിക്കൻ ഗ്രേവി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അമ്മയും അപ്പൂപ്പിയും നോൺ വെജ് കഴിക്കാത്ത കാരണം അവർക്ക് വെജ് ഫ്രൈഡ് റൈസ് ആൻഡ് പനീർ ബട്ടർ മസാല ആയിരുന്നു. നമ്മൾ പിന്നെ പാവങ്ങൾ ഗൈസ്, ഇന്നതേ കഴിക്കുന്നൊന്നുമില്ല, എല്ലാറ്റിലും കയറി കൈയിടും. അപ്പം ഞാൻ അമ്മയുടെയും അപ്പൂപ്പിയുടെയും വെജ് ഐറ്റമിലും കയറി കൈയിട്ടു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഓംലെറ്റ് ആയിരുന്നു ഗൈസ്, എനിക്ക് എൻ്റെ കിഴി പൊറോട്ടയിൽ നിന്ന് കിട്ടിയത്. സംഭവം നല്ല കിടിലനായിരുന്നു, നല്ലൊരു കിഴി തന്നെ ആയിരുന്നു ഗൈസ്. കഴിച്ചിട്ട് പിന്നെ എണീക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഈ കിഴി പൊറോട്ടയിൽ വന്നിട്ട് 2 പൊറോട്ടയാണ്. അതിൻ്റെ സെൻറ്ററിലാണ് അവർ ചിക്കൻ കറിയും ചിക്കൻ പീസസ് സ്റ്റഫ് ചെയ്യുക. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടായിരുന്നു, ഒരു ഫുൾ എഗ്ഗ് പുഴുങ്ങിയത് ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഉള്ളി തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഹെവി ആയിരുന്നു. ഇനി നമ്മൾ നമ്മുടെ കേക്ക് കട്ടിംഗ് സെഷനിലേക്ക് കടക്കാൻ പോവാണ്. നമ്മൾ ഉച്ചയ്ക്കായിരുന്നു കിഴി പൊറോട്ട കഴിച്ചത്. കേക്ക് രാത്രി ആട്ടോ കട്ട് ചെയ്ത്. സാധാരണ എല്ലാവരും ന്യൂ ഇയർ ഡേ 12 മണിക്കാണ് കട്ട് ചെയ്യുക. നമ്മൾ ആ ദിവസം രാത്രി 9 മണിക്കാണ് കട്ട് ചെയ്ത് ഗൈസ്. കാരണം വയറിൽ 1 ഇഞ്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നില്ല. ഞാനാണ് പിന്നെ ആസ്ഥാന കട്ടർ. അപ്പം ഞാൻ ആദ്യം എടുത്തിട്ട് നല്ല മണപ്പിച്ചു ഗൈസ്, കാരണം നല്ല പൈനാപ്പിളിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരോടൊക്കെ കട്ട് ചെയ്യട്ടെ എന്നൊക്കെ പെർമിഷൻ ചോദിച്ചു. അപ്പം എൻ്റെ ഷോർട്സിന് ഇടാൻ വേണ്ടി അമ്മ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസിന് ഇടാൻ വേണ്ടിയിട്ട് പാപ്പു വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം മാരൊക്കെ വീഡിയോ എടുക്കലായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വലിയൊരു പീസ് കട്ട് ചെയ്തിട്ട്, നല്ല മണമുണ്ട്, പൈനാപ്പിൾ പീസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വായിൽ കയറ്റി. നല്ല അടിപൊളി കേക്കായിരുന്നു, മെൽറ്റ് ഇൻ ദ മൗത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, ഫസ്റ്റ് എടുത്ത വീഡിയോ എന്തോ ശരിയായില്ല, അപ്പം നീ ഒന്നുകൂടെ കഴിച്ചിട്ട് എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ സന്തോഷമായി, വീണ്ടും വായിലിടാമല്ലോ. അപ്പം ഞാൻ വീണ്ടും എടുത്തപ്പോൾ പാപ്പു പറഞ്ഞു, നീ ഒരുപാട് എടുത്തെടുത്തിട്ട് ഇത് മൊത്തം എൻ്റെ വായിലായിരിക്കും പോവാ, മര്യാദയ്ക്ക് നിർത്തിക്കോ, ഇനി നമുക്കൊക്കെ കഴിക്കണമെന്ന്. പിന്നെ സംഗതി വഷളാവും എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ നിർത്തി ഗൈസ്. വായിന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളവർ കഴിക്കണതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തു. പിന്നെ ഒരു പീസ് കേക്ക് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ തന്നെ പൊക്കി ഗൈസ്. യമ്മി കേക്ക് ആയിരുന്നു, പൈനാപ്പിൾ പീസൊക്കെ ഉണ്ടായിരുന്നു. സോ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അടുത്ത ന്യൂ ഇയർ വരാനായി, എന്നാലും ഒരു ഹാപ്പി ന്യൂ ഇയർ ഇരിക്കട്ടെ.